സോറി കേട്ടോ. മ്യൂട്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എല്ലാവരുടെ അടുത്ത് ഒന്നും കൂടെ ഗുഡ് ഈവനിങ് എന്ന് പറയുകയാണ്. എല്ലാവരും ഒന്നും കൂടി നമ്മുടെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ് കേട്ടോ. അപ്പൊ 35 ആഴ്ചകളായി നമ്മളിങ്ങനെ ഓരോ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തോ. ഇടയ്ക്ക് ഗസ്റ്റ് ടോക്കിലൊക്കെ വരാറുണ്ടല്ലോ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമ്മൾ ഇന്ന് സെഷനിൽ പറയാറുണ്ട്, ഇന്ന് ആരും വീഡിയോ മോഡിൽ കാണുന്നില്ല, ഒന്നോ രണ്ടോ ആളുകളെങ്കിലും ഉണ്ടാവാറുണ്ട്. പോസിബിൾ ആയിട്ടുള്ളവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. എന്നാലാണ് നമുക്കൊന്നുകൂടെ കണക്ട് ചെയ്തിരിക്കാൻ പറ്റുക. എന്നും പറയുന്ന പോലെ നമ്മളെ മൈൻഡിനൊക്കെ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ വീഡിയോ മോഡിൽ ഇരുന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അഫ്സേഴ്സ് ഇന്ന് സ്റ്റാർട്ടിങ്ങിലില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ മേ ബി ജോയിൻ ചെയ്യുമായിരിക്കും. അതുവരെ ഞാനാണ് ഇന്ന് സെഷൻ ലീഡ് ചെയ്യുന്നത്. ചില കഥകളൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനായി നമ്മൾ പറയാറുണ്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള. ഇവിടെ എല്ലാം അറിയുന്ന ഒരാളായിട്ടിരിക്കാതെ ഒരു എം ടി കപ്പായിട്ടിരിക്കുക. നീയും എന്തൊക്കെയോ സ്വീകരിക്കാനുണ്ട്. ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല. ചില കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല, അപ്പോഴും മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്. എന്നാലും അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് ഷെയർ ചെയ്യാന്നുള്ള തോട്ടിലാണ്. പിന്നെ അവിടെ ആരും ജഡ്ജ് ചെയ്യാനായിട്ടിരിക്കാതെ നമ്മളൊരു കുട്ടീന്റെ ക്യൂരിയോസിറ്റിയോട് കൂടി എന്താണ് ഇനി പുതിയത് പറയാൻ പോകുന്നത്, ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക. പിന്നെ നമ്മൾ എല്ലാവരും ഒരു നോർമൽ ആയിട്ടുള്ള സിമ്പിൾ മനുഷ്യരാണ്. ആ രീതിക്ക് എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യുക. നമ്മളെ മുർഷി മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മുർഷി മാം. അപ്പൊ നമ്മൾ മെല്ലെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഇന്ന് ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? സെഷന്റെ സ്റ്റെക്നെസ് ഇൻ ലൈഫ് എന്നുള്ളതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊക്കെ ലൈഫിൽ വരുന്നൊരു സംഭവമാണല്ലോ സ്റ്റെക്നെസ്. ചില സമയത്ത് എന്താ നമ്മളൊക്കെ പഠിച്ചവൻ്റെ അടുത്തൊക്കെ ചോദിക്കണ്ടാവും. ആയിഷ മാം വന്നിട്ടുണ്ട്, താങ്ക് യു മാം. പഠിച്ചവൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ അത്. എന്താ പഠിച്ചോൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ ആയത്? എനിക്കതൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ ആയി, ഞാൻ എങ്ങനെയാ അതൊക്കെ സോൾവ് ചെയ്യുക? ഇങ്ങനെ നമ്മൾ സ്റ്റെക്കായിട്ട് ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നമുക്ക് അടിപൊളിയായി പോകാൻ വേണ്ടി പറ്റുക എന്നെല്ലാം പറയുകയാണ്. ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നോയ്സ് വരുന്നുണ്ട്. പോസ്റ്റ് നമ്മളെ ലൈഫിൽ വരുന്ന ആ ഒരു സ്റ്റെക്നെസ്സിന് ഏതൊക്കെ ഡയമെൻഷൻസിലാണ് അത് വരുന്നത്, എന്തുകൊണ്ടായിരിക്കും നിലക്കം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. അപ്പോൾ ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതായത് എൻ്റെ ലൈഫിലൊക്കെ കുറച്ച് നമ്മൾ വലിപ്പം വെച്ചിട്ട് പക്ഷെ തിരിച്ചറിയല്ലോ, ഓ എൻ്റെ ലൈഫിൽ വന്ന സ്റ്റെക്നെസ് ഇതായിരുന്നു എന്നില്ല. അങ്ങനെ എല്ലാ കുട്ടികളുടെയും പോലെ തന്നെ ജീവിതത്തിൽ പലരും ഓതി തന്ന് വല്ലാത്തൊരു ടേണിംഗ് പോയിന്റ് ആയി കണ്ടിരുന്ന SSLC ഉണ്ടല്ലോ, 10ാം ക്ലാസ്. നമുക്ക് ആരൊക്കെ പറഞ്ഞ ടേണിംഗ് പോയിന്റ്, യഥാർത്ഥ ടേണിംഗ് പോയിന്റ് അല്ല എങ്കിലും ആ ഒരു സമയത്താണ് എൻ്റെ ലൈഫിലേക്ക് ഒരു സ്റ്റെക്നെസ് വരുന്നത്. ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അതായത് എല്ലാത്തിലും സ്കൂളിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു കുട്ടികൾ ഉണ്ടാവുമല്ലോ, അതിൽ പെട്ട ഒരാളായിരുന്നു. എല്ലാത്തിലും പോയി തലയിടും, വെറുതെ പോയി തലയിടും, എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ എക്സാം ആയ സമയത്തൊക്കെ സ്കൂളിൽ പറയൽ തുടങ്ങി, SSLC ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പതിയെ പതിയെ എൻ്റെ ഉള്ളിൽ ഈ പേടി കയറി. എക്സാം ആണ്, നല്ല മാർക്ക് വാങ്ങണം, അത് വാങ്ങണം എന്നുള്ള ആ തോട്ട് മാറിയിട്ട് എങ്ങനെങ്കിലും എനിക്ക് വാങ്ങണം എന്നുള്ള തോട്ടായി. ആ ഒരു പേടിയായത് എക്സാമിന് ഞാൻ എന്തോ ഒരു സംഭവമായി കണ്ടു, എൻ്റെ ഉള്ളിൽ ആ പേടി കയറി. പേടി കയറി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഭയങ്കര സംഭവമായി പോയി. അതായത് ഞാൻ വേറെ കാര്യങ്ങൾക്കൊന്നും പോവില്ല, പുസ്തകം എടുത്ത് മാത്രമേ ഇരിക്കുക, വീട്ടിൽ വരുന്ന ഫങ്ഷൻസ് ഒഴിവാക്കുക, വേറെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതില്ല. അങ്ങനെ ഞാൻ ആ സമയത്ത് സിസ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉമ്മക്കൊക്കെ അറിയുണ്ടാവും, എല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടില്. നമ്മളിങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ഒരു സ്റ്റെക്ക് ആവുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുമല്ലോ അത്. ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്നില്ല. ഭയങ്കര അത് എത്രത്തോളം പീക്ക് എത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ പോകില്ല. മോഡൽ എക്സാം, പിന്നെ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞതിന് ശേഷം +1ലും എൻ്റെ ഉള്ളിലേക്ക് സാധനം കയറി. +1ഉം +2 ഒക്കെ, +2 എന്നില്ല, +1 ആയ സമയത്ത് നമ്മള് ക്രിസ്മസ് ഓൺ എക്സാം ഒക്കെ വരുമല്ലോ, അതിനും ഞാൻ ഇതേ സാധനം കാണിക്കൽ തുടങ്ങി. അതായത് എക്സാം ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പഠിക്കല് മാത്രം, ബുക്ക് എടുക്കല് മാത്രമായി. അതൊരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഇനി ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. ഒന്നിക്കലും എനിക്ക് തീരെ വയ്യാണ്ടാവുക, എന്തെങ്കിലുമൊക്കെ നടക്കും ഉറപ്പായി. കാരണം അത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മൾ അതിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു നല്ല കാര്യമല്ല, നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാണ്. അതായത് ഒരു സ്ഥലത്ത് പഠിക്കും വേണം, മാർക്ക് വാങ്ങും വേണം, അപ്പുറത്ത് എല്ലാ പരിപാടിയിൽ പോയി മിങ്കിളാവും വേണമെന്നില്ല. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞു വെച്ചല്ലോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ബുദ്ധിമുട്ടാവാനുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഹാപ്പിനെസ് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എക്സാമിന് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തെന്നില്ലായിരുന്നു. നമ്മുടെ ലൈഫിലൊക്കെ വരുന്ന ഏത് സ്ട്രിക്ട്നെസ് ആവട്ടെ, ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. എല്ലാ സ്ട്രിക്ട്നെസിന്റെ പിറകിലും നമ്മളെ ചില ചോയ്സുകളാണ്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ചില സ്ട്രിക്ട്നെസ് വന്നിട്ടില്ല. നമ്മളിരുന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ആ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഞാൻ എക്സാമിന് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തു, എൻ്റെ എല്ലാ ഹാപ്പിനെസ്സും മാറ്റി വെച്ചു എന്നുള്ള ആ റീസൺ ഉണ്ടല്ലോ, ആ ഒരു കാരണമായിരുന്നു എന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. അതായത് ആ സമയത്ത് നമ്മൾ എൻ്റെ ചിന്ത എന്തായിരുന്നു, നല്ല മാർക്ക് വാങ്ങണം, അതാണ് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നില്ല. പക്ഷെ അതല്ല, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ അടിപൊളിയായി പോകാൻ പറ്റുക എന്നുള്ളത് പിന്നീട് മനസ്സിലായി വരുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യം ഇപ്പൊ നമ്മളൊക്കെ ലൈഫിലും പലരുടെ ലൈഫിലും വരുന്ന റീസൺ ആയിരിക്കും. നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ കുറെ ഇപ്പോ 13ഓളം ആളുകളെ കാണുന്നുണ്ട്, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന, എപ്പോഴും കുട്ടിക്കാലം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു മെമ്മറി എന്താണ്? ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് ചാറ്റ് ബോക്സിലോ വോയിസിലോ എന്ന് പറയോ? ഐഷ മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ കുട്ടിക്കാലം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം? സിസ്റ്ററുമായിട്ടുള്ള കളിച്ചിരി തന്നെയാണ്. കളി മഴക്കാലായാലും ഉം, നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ആ, സിസ്റ്റേഴ്സിന്റെ കൂടെ. ഒരു വയസ്സിന് വ്യത്യാസമുള്ള സിസ്റ്റർ ഉണ്ട്. ആഹാ, അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് മൂഡ് ആവുമല്ലോ. ഓളുമായിട്ടുള്ള ഇത് തന്നെയാണ് എപ്പോഴും മനസ്സിലുണ്ടാവുക. ഓക്കെ, ഓക്കെ, താങ്ക് യു. മുർഷി മാമിന് എന്താണ് ബല്ലേ? വീട്ടിലുള്ള ടൈം തന്നെ, വീട്ടിലുള്ള ടൈം ഇല്ല. ചെറുപ്പത്തിലെ കളിച്ച് ചിരിച്ചാട്ട് എൻജോയ് ചെയ്ത സമയം തന്നെയാണ്. ആ, അവള് സ്കൂളിലൊക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ രണ്ടാളടുത്ത് ചോദിച്ചു. മാം മാം മ്യൂട്ടായിട്ടുണ്ട്. ആ, ഓക്കേടാ, സോറി, താങ്ക് യു. അപ്പൊ ഞാൻ രണ്ടാളടുത്ത് ചോദിച്ച സമയത്തും അവരുള്ളിലും അവർ പറഞ്ഞത് അതാണ്, ഞങ്ങളെ കുട്ടിക്കാലത്തില്ല ഫ്രണ്ട്സിനിടയിൽ അങ്ങനെങ്കിൽ ആ ഒരു കളിച്ചിരികളാണ് ഭയങ്കര സന്തോഷമായിട്ടില്ല എന്നില്ല. നമ്മളിങ്ങനെ വലുതാവണതിനനുസരിച്ച് ആ കളിച്ചിരികൾ നമുക്ക് കുറഞ്ഞു പോയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ എത്ര ദിവസമായി വെറുതെ കുറെ അധികം തമാശ പറഞ്ഞൊക്കെ ചിരിച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് വെറുതെ സംസാരിച്ചിട്ട്, അത് നമുക്ക് ഇപ്പോ നമ്മളെ ബിസികൾ കാരണം നമ്മളത് ലാസ്റ്റ് പ്രയോറിറ്റി ആയി മാറ്റി വെച്ചു. അത് നമുക്ക് ലാസ്റ്റ് മതി, അതിന് നമ്മൾ സമയം കണ്ടെത്തൂല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തും. സ്കൂളത്തെ വർക്കാണെങ്കിൽ തീർക്കാനുള്ളത്, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ റെഡിയാക്കാനുള്ളത്, അല്ലെങ്കിൽ മക്കളെ കാര്യങ്ങൾ റെഡിയാക്കാനില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സന്തോഷം കണ്ടെത്തിയിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് മിസ് ഔട്ട് ചെയ്തു. എന്തിനാ മിസ് ഔട്ട് ചെയ്ത് നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നിന്ന് പോയതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റെക്നെസ് ഒക്കെ വന്നിട്ടുണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാതെ ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തു. ആ, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റെക്നെസ് വന്നിട്ടില്ല. ഈ നമ്മൾ ലിറ്റിൽ തിങ്സ് മാറ്റേഴ്സ് എന്നൊക്കെ പറയുമല്ലോ. ചിലപ്പോൾ നമ്മൾ ഇപ്പൊ എൻ്റെ ലൈഫിൽ കുട്ടിക്കാലം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വല്യുമ്മ അതൊക്കെ ഓർമ്മ വരുമല്ലോ. ഉപ്പൻ്റെ ഉപ്പ മരിച്ചിട്ട് ഞാൻ 4ാം ക്ലാസ്സിലായ സമയത്താണ് മരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും വല്യുപ്പ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ഏറ്റവും വലിയ കാര്യം, അവർ ചെയ്തൊന്നും വലിയ ഗടാഗട കാര്യങ്ങളൊന്നുമല്ല. അവർ വാങ്ങി തന്നിരുന്ന മിഠായികള്, നമ്മൾ സ്കൂളിൽ വരുന്ന സമയത്ത് വാങ്ങി തന്നിട്ടുള്ള മിഠായികള്, അതുപോലെ പിന്നെ ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ്, നമ്മളിവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെറിയ വീടൊക്കെ ഉണ്ടാക്കും, കുട്ടിപ്പര ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അന്ന് നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ അതിനായിരുന്നു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ എക്സാം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിനെ പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ തെണ്ടി പോകാന്, അല്ലെങ്കിൽ തോട്ടി ചാടാനും മഴ ആയി കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക്. പക്ഷെ വലുതാവും തോറും അതിന് മാറ്റങ്ങൾ സംഭവിച്ചു വന്നു. നമ്മൾ എന്തൊക്കെയോ സീരിയസ് ആവണം, അല്ലെങ്കിൽ ലൈഫിന് കുറെ ഇമ്പോർട്ടന്റ് കൊടുക്കണം, എനിക്ക് കുറെ അച്ചീവ്മെന്റ് ഒക്കെ നേടണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി വെക്കൽ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഈ സ്റ്റെക്നെസ് വന്നിട്ടില്ല. നമ്മൾ ഇരുന്ന് ആലോചിച്ച് മനസ്സിലാവും, നമുക്ക് കുറച്ചൊരു പക്വതത്തിന്റെ പ്രായം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനുശേഷമാണ് നമുക്ക് ഈ സ്റ്റെക്നെസ് ആയാലും സങ്കടങ്ങളായാലും ഡിപ്രഷനുകളായാലും ഒക്കെ കൂടിയിട്ടില്ല. ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ സ്വയത്തോടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ടാണ് കൂടിയിട്ടില്ല എന്നില്ല. അതായത് ഇപ്പൊ നമുക്ക് ആ ഒരു ഏജ് പീരീഡിലാണ് കൂടിയിട്ടുണ്ടാവുക. കാരണം എന്താ, നമ്മള് സക്സസിന്റെ പിന്നാലെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ലിറ്റിൽ തിങ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മറന്നു പോവാണ് ആക്ച്വലി. അപ്പൊ ഇനിയിപ്പോ സ്റ്റെക്നെസ് നമ്മൾ എത്തുന്ന പല സ്റ്റേജ്, രണ്ട് തരത്തിലുള്ള സ്റ്റെക്നെസ് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ഒന്ന്, നമ്മളെ ലൈഫിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഉണ്ടാവുന്ന സ്റ്റെക്നെസ്സുകളുണ്ട്. ഇപ്പൊ നമ്മളെ വീട്ടിലത്തെ പെട്ടെന്ന് ആർക്കെങ്കിലും വയ്യാണ്ടാവേ, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെക്നെസ് ആണ് നമ്മളെ വല്ലാതെ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റെക്നെസ്. നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കും, ഫസ്റ്റ് ദിവസം ആലോചിക്കും, ആ ഒരു ആലോചന തന്നെ രണ്ടാമത്തെ ദിവസം കൊണ്ടുപോകും, മൂന്നാമത്തെ ദിവസം കൊണ്ടുപോകും, എന്നിട്ട് നമ്മളൊരു സ്റ്റെക്നെസ്സിലേക്ക് എത്തുന്നുണ്ട്. ഇത് വല്ലാത്തൊരു സ്റ്റെക്നെസ് തന്നെയാണെന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരാൾ നമ്മളെടുത്ത് കമന്റ് പറയുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞു തരാം. എന്നെ നേരിട്ട് കണ്ടവർക്ക് എന്നാൽ അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുള്ള ആളാ. അപ്പൊ നമ്മൾ എവിടെ പോയാലും കേൾക്കും, എന്ത് കുട്ടി ഒന്നും കഴിക്കലില്ലേ, എന്താ മോളെ കണ്ടു കഴിഞ്ഞാല്. അത് അങ്ങനെ പലരും ഡെയിലി നമ്മൾ ഈ കമന്റ് കേൾക്കുന്ന സമയത്ത് ആ കമന്റിൽ നമ്മൾ കുടുങ്ങിപ്പോയിട്ടൊന്ന് സ്റ്റക്ക് ആവും.
ആ ഒരു അത് ട്രോമയിലേക്ക് നമ്മൾ മാറിപ്പെടുന്ന ചില സിറ്റുവേഷനുകളുണ്ട് പലർക്കും വന്നിട്ടുണ്ടാവും. പക്ഷെ എന്റെ കേസിൽ മാഷല്ല ആ ഒരു കാര്യം എനിക്ക് പ്രശ്നമല്ല കേട്ടോ. ആര് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, ആ പ്രശ്നമില്ല. ചിലപ്പം ചിലര് ഇങ്ങനെ പ്രായമായ ആൾക്കാർ വല്യമ്മമാരൊക്കെ നമ്മളെടുത്ത് പറയും കേട്ടോ, എന്താ മോളെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം. അപ്പൊ ചിലപ്പോൾ തീരുമാനിക്കും, ഓ നാളെ തൊട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം. പക്ഷെ പിന്നെ ആ സ്വഭാവം നിലനിൽക്കൂല, നമ്മളത് മാറ്റും. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആവശ്യത്തിന് കഴിക്കുക അത്ര മതി എന്നുള്ളൊരു തോട്ടാണ്, അതിനത്ര ഇമ്പോർട്ടന്റ് കൊടുക്കലില്ല. കാരണം അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്ന് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ ആ കേസിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല എക്സാം പേടി, എനിക്ക് എക്സാം പേടിയാണ്, അതെന്റെ ഉള്ളില് ഇങ്ങനെ വന്ന് വന്ന് പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ സ്റ്റക്ക് ആവായിരുന്നു. ഈ സ്റ്റക്ക് ആയി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര പ്രശ്നം. നമുക്ക് ഇങ്ങനെ ഒരു സങ്കടം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്താ ചെയ്യാൻ പറ്റാതെ ഇരിക്കുക പറയുമ്പോൾ നമ്മൾ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്ട് ആയി തുടങ്ങും. ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും, ആ സമയത്ത് നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, സങ്കടമായിരിക്കും. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ബാധിക്കരുത്. ചിലപ്പോൾ ഒരു വെറുതെ ഇതിൽ കൂടെ പോകുന്ന ഒരാള് എന്തെങ്കിലും നമ്മുടെ അടുത്ത് നല്ലത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് മോശമായിട്ടായിരിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ഈ സാധനം കയറി കിടക്കുകയാണ്, നമ്മൾ ആ നെഗറ്റീവാണ് അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് എനിക്ക് ഈ സംഭവം ഉള്ളത് കൊണ്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ഉള്ളിലേക്ക് അതാണ് കയറുക. എന്ത് ഈ നെഗറ്റീവായിട്ടിരിക്കുന്ന സോറി, ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കയറുക. ആരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ സെൽഫ് അതാണ് അട്രാക്ട് ചെയ്യുക, എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും. ഒരു മിനിറ്റ്. സോറി കേട്ടോ, ചെറിയൊരു ഇതെടുത്തായിരുന്നു. നമ്മൾ ഈ സ്ട്രെസ്സിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ നെഗറ്റീവുകൾ അട്രാക്ട് ചെയ്യും. നമുക്ക് പേടികൾ ആ സമയത്തായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആ ഒരു പേടി എൻ്റെ എക്സ്പീരിയൻസ് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ സെഷന് കംപ്ലീറ്റ് ഇങ്ങനെ ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞു പോകുന്നത്, കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു പേടി, ഞാൻ പറഞ്ഞില്ല എക്സാമിൻ്റെ ആ ഒരു സാധനം കയറിയപ്പോൾ എനിക്ക് റിസൾട്ടിനെ പേടിയായിരുന്നു. അതുപോലെ റിസൾട്ട് എക്സാം ഞാൻ എങ്ങനെ എഴുതും എന്നുള്ള പേടി, അതിന് റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള പേടി. അങ്ങനെ നമുക്ക് കുറെ നമ്മളിങ്ങനെ എക്സോസ്റ്റഡ് ആയിപ്പോവും. എന്തൊക്കെ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും മറ്റുള്ളവരടുത്ത്, ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആയിപ്പോവും. അപ്പോൾ നമുക്കിതിനെ മാറ്റുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷനാ. കാരണം നമ്മൾ സ്റ്റെക്കിനെ മാറ്റുക എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ അടുത്ത് ധ്യാൻ ശ്രീനിവാസ് ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഷോ മസ്റ്റ് ഗോ. നമ്മൾ എങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതിയിട്ട് ലൈഫ് അവിടെ സ്റ്റെക്ക് ആവുന്നില്ല, നമ്മളാണ് സ്റ്റെക്ക് ആവുന്നത്. ഇന്ന കാരണം കൊണ്ട് ഇന്ന് ശ്രീയർ വന്നതുകൊണ്ട് നമ്മളിവിടെ സ്റ്റെക്ക് ആവാണ്. നമ്മൾ വിജയിക്കണം എന്നുള്ളത് നമ്മളെ ആവശ്യമായതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോന്നെ വേണം, എന്തൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും. ഒരു മിനിറ്റ് കേട്ടോ, അമ്മ വന്നിട്ടുണ്ടെന്ന്. സോറി, നമുക്ക് ഡിസ്റ്റർബ് ആവുണ്ടാവില്ല. ഇടയ്ക്ക് വന്നിട്ട് ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഇവിടെ വീട്ടിൽ വല്യമ്മ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതി എൻ്റെ അടുത്ത് മാറി പറയാനും കൂടെ ഉണ്ടോ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച പോയിന്റ് എന്തായിരുന്നോ, ഈ നെഗറ്റീവ് സിറ്റുവേഷനിലുള്ളതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. അതിനെ മാറ്റി മുന്നോട്ട് പോകാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ലിറ്റിൽ തിങ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. അത് മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന മൂഡിലല്ലേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ പറയൂലേ എനിക്കിപ്പോൾ മൂഡില്ല, എന്ത് സംഭവമാണെങ്കിലും. അപ്പൊ ഈ മൂഡിനെ ഓക്കെ ആക്കാനുള്ളതാണ് നമ്മൾ പറഞ്ഞ ലിറ്റിൽ തിങ്സ്. ഓരോരുത്തർക്കും ഓരോ ഹാപ്പിനെസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം, എന്ത് സ്റ്റെക്നെസ് വന്നു കഴിഞ്ഞാലും ഓക്കെ ആ സ്റ്റെക്നെസ്സിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ എനിക്ക് ഈ പ്രശ്നമുണ്ട്, ശരിയാണ്, പക്ഷെ ഇതിന്ന് എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ അപ്പം എന്താണ്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എന്നെ സന്തോഷമാക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണെന്നല്ല. നമ്മളെ ലൈഫിലേക്ക് റെസ്റ്റ് ആവശ്യമായി വരുന്ന സമയത്താണ് പലപ്പോഴും സ്റ്റെക്കുകൾ വരിക. നമ്മൾ ആ സമയത്ത് നമുക്ക് ചിലപ്പം ബോധ്യപ്പെടണമെന്നില്ല, പക്ഷെ ബോധ്യപ്പെട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓക്കെ ആയി വരുന്നല്ല ഞാൻ പറയാം. നമ്മളെ ലൈഫിലേക്ക് കുറേ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഓടുമ്പോൾ നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ടാവും. ആ സമയത്ത് ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ട്രിഗർ എന്ന് പറഞ്ഞ സാധനം കയറിയിട്ട് ഒന്ന് കുറയുന്ന സമയത്താണ് ആ സമയത്താണ് നമുക്ക് ഈ സ്റ്റെക്നെസ് വരുന്നത്. നമുക്ക് റെസ്റ്റ്, നമ്മളെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാവുന്ന സമയത്ത്, അപ്പൊ ആ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ റെസ്റ്റ് കൊടുക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ള സംഭവം. പിന്നെ സ്റ്റെക്നെസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഏത് ഇമോഷൻസിലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ലൈഫിൽ അതിട്ട് കുറേ അതും ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുക. എൻ്റെ ലൈഫിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാക്ക ഉണ്ടോ, എൻ്റെ ബ്രദറാണ്. ബ്രദറിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ എൻ്റെ ഫസ്റ്റ് സെഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ എൻ്റെ എല്ലാവരെയും പരിചയപ്പെടുത്തി. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന
ബ്രദറിനെ പരിചയപ്പെട്ടാൻ വിട്ടുപോയി. എൻ്റെ ലൈഫിൽ ഇന്നുള്ള ഒരു സങ്കടമായിരുന്നു. എനിക്ക് എന്തുകൊണ്ട് പറ്റിയെന്ന് അറിയില്ല. എൻ്റെ ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു, സിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, പാരൻസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവനെ ഞാൻ പരിചയപ്പെടുത്താൻ എന്തോ കാരണത്താൽ വിട്ടുപോയി. അവൻ ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുന്നത് വെറുതെ കോളേജിന്റെ സമയത്തൊക്കെ തമാശ പറയും, ഇപ്പൊ വലിയ ആളായില്ലേ അങ്ങനെ ആയില്ലേ, പക്ഷെ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ ഇരിക്കാനും കഴിയില്ല. ആ ഒരു ട്രോമ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. ഈ ജോസഫ് അന്നൻകുട്ടി ജ്യൂസ് ഇതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ ഫസ്റ്റ് ബുക്ക് ഉണ്ടല്ലോ ബറീഡ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ട്, ആ ബുക്കിലും ആളെ മൂത്ത ഏട്ടന് ആദർശ് അരുണ ഇത് ഒരാളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. വിട്ടു, പക്ഷേ ആ ബ്രദർ അത് ചോദിച്ചിട്ടില്ലായിരുന്നു. ആള് പറയുന്നുണ്ട് ഇന്നും ബ്രദർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കണക്ട് ആവുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിലേക്ക് അവനെ പരിചയപ്പെടുത്താൻ വിട്ട് എന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത്. പിന്നെ സെഷന്റെ റെക്കോർഡിങ്സ് വെച്ച് കഴിഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം അവൻ എന്തുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്, പക്ഷെ ഒന്നിനെ ചോദിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ ഞാൻ ഓനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇത്രയും ഞാൻ അറിയാണ്ട് പറഞ്ഞുപോയി. ഈ ഇവിടെ ഓനെ പറഞ്ഞെങ്കിൽ ഓൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്ത് ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം അതും ഇരുന്ന് കളിക്കൂല. എന്റെ ലൈഫിലൊക്കെ എനിക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ അതുമ്മ പിടിച്ച് തൂങ്ങും. ഓനെ അങ്ങനെയല്ല. ഓനെ പഠിപ്പിച്ചില്ല. ഞാൻ എന്റെ ചെറുപ്പത്തിൽ അവൻ്റെ അടുത്ത് പറയുന്നു, എന്റെ ഹൃദയം എന്താ പാറക്കല്ല തോന്നണടാ, എനിക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്നും ഏൽക്കൂല എന്നില്ല. അതായത് ഓൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവും, പക്ഷെ ഒരു പരിധിക്കപ്പുറം ആ വിഷമത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കൂല, ആ സിറ്റുവേഷനായിട്ട് മൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മളും ചിലതൊക്കെ അങ്ങനെ പഠിക്കേണ്ടത്. നമ്മൾക്ക് എന്തെങ്കിലും ലൈഫിൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വെച്ച് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നമ്മൾ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻ സ്റ്റക്ക് ആവും, നമ്മളെ ലൈഫ് അവിടെ സ്റ്റക്ക് ആവും, വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അതായത് ബാക്കി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളാണ് സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ മൂവ് ചെയ്യേണ്ടി പഠിക്കണം. ആ ഒരു അങ്ങനെയുള്ള സ്റ്റെക്നെസ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ വായിച്ചിട്ടുള്ള പുസ്തകങ്ങള് കേട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സമയം അതാണ്. നമ്മൾ കേട്ടിട്ടുള്ള വലിയൊരു ആയത്തല്ലേ, ഇന്ന മഴ യുസിരി യുസിര, എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പമുണ്ട് എന്നില്ല. ആ ആയത്ത് നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിലേക്ക് അത് വരും. നിങ്ങൾ അതിനെ ക്ഷമിക്കാൻ വേണ്ടി പഠിക്കും. എൻ്റെ റബ്ബ് എനിക്ക് എന്തോ ഒരു ഹൈറിനെ തരാനാണ് ഈ ഒരുക്കിയിട്ടില്ലേ എന്നില്ല. ഞാൻ പറയുന്ന പോലെ ആ വേദനയിൽ അങ്ങനെ ഒരു തോട്ടോടു കൂടി മുന്നോട്ട് പോകാന്നുള്ളത് ഒരിക്കലും ഈസി ആയിരിക്കില്ല. കാരണം നമ്മൾ തന്നെ പഠിച്ചവനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ പഠിച്ചവനെ എൻ്റെ ലൈഫിൽ എന്തിനിങ്ങനെ തന്നു, ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടില്ല. നമ്മൾ അഫ്സൽ സാർ എപ്പോഴും അത് ഇക്കാര്യം പറയലുണ്ട്. സാറ് ലൈഫിൽ ആക്സിഡന്റ് വന്ന് ലൈഫിന്റെ ഹെൽത്ത് വെൽത്ത് എല്ലാ ഡയമെൻഷൻസിലും ഇടിഞ്ഞു താന്ന് എന്താ പറയാ ഇല്ലാതായ അവസ്ഥയിൽ സാറ് പഠിച്ചവന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ പഠിച്ചവനെ എന്നെ ബാക്കിയാക്കി, എന്തിനാ എനിക്ക് ഇങ്ങനെ ചെയ്ത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടില്ലേ. നമ്മൾ ആ സിറ്റുവേഷനിൽ അത്, പക്ഷെ നിങ്ങൾക്ക് അതിന് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് അതിനെ ഓവർകം ചെയ്യും. അപ്പോൾ ഈ ഇന്നമായി സീരീസ് എന്നുള്ള ആയത്ത് നിങ്ങൾക്ക് വേറെ എന്ത് കിട്ടിയില്ല എങ്കിലും അതെടുത്ത് മുന്നോട്ട് പോകാൻ മതി. അതുപോലെ അതേ പഠിച്ചവൻ തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ അവസ്ഥയെയും ഞാൻ മാറ്റൂല അവൻ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ. ഒരാളും അവരുടെ അവസ്ഥയെ മാറ്റാൻ ശ്രമിക്കാതെ ഞാൻ അവിടെ മാറ്റൂല എന്നല്ല. നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓരോതിൽ ഇങ്ങനെ വന്നതിന് ശേഷം നല്ലതുണ്ടായി, പക്ഷെ എന്റെ ലൈഫിലേക്ക് വരുമ്പോൾ അതില്ല. ഓരതിനുള്ള പണി എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിനുള്ള പണി എടുക്കാൻ മറന്നുപോയി. നമ്മൾ പണിയെടുത്തിട്ടില്ല, നമ്മൾ കമ്പയർ ചെയ്യുന്ന പണിയാണ് എടുത്തിട്ടില്ല. ഓരോ ലൈഫിൽ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് കമ്പയർ ചെയ്യുന്ന ഒരു പണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിനു പകരം നമ്മൾ ആക്ഷൻ എടുക്കാന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയാണെങ്കിലും കേട്ടോ. എല്ലാ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഇപ്പൊ ഇന്ന മാലി സീരീസിൽ അതുപോലെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഉപാധികളില്ലാത്തൊരു സ്നേഹത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പഠിച്ചവൻ മലക്കുകളായിട്ട് മൈക്കൊന്നും സോറി കേട്ടോ, ആർദോ നോയ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പോയതായിരുന്നു, സോറി. മലക്കുകളായിട്ടുള്ളൊരു സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിമ അവനക്ക് പ്രിയപ്പെട്ടതായി കാണുന്ന എന്തോ ഒന്നിനെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അവന്റെ ആ വിഷമത്തെ ഞാൻ അതിലും മനോഹരമായ ഒന്നിനെ നൽകിക്കൊണ്ട് പൂർത്തീകരിക്കും എന്നുള്ള കാര്യം. അത് നമ്മളെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വിഷമത്തിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം നമ്മളൊക്കെ വിഷമിക്കുന്നതിന് പിറകില് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട വേദന അല്ലെങ്കിൽ നേടാൻ പറ്റാത്ത വേദന, നമ്മൾ വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ വരാത്തതിന്റെ ഒരു കാരണത്താലാണല്ലോ നമ്മൾ വിഷമിക്കുന്നത്. അത് മാറ്റാന് ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ല, നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കേട്ട വരികള് കേട്ട കാര്യങ്ങള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇതുപോലെ എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്നതാണ് മാ വദ്ദാക റബ്ബുക വമാ ഖല. പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അടിമയെ വെറുത്തിട്ടുമില്ല അവന് വെടിഞ്ഞിട്ടുമില്ല എന്നുള്ള കാര്യം. നമ്മൾ എത്രയൊക്കെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും പഠിച്ചോ നമ്മളടുത്ത് വീണ്ടും പറയാണ്, ഞാൻ നിങ്ങളെ വെടിഞ്ഞിട്ടില്ല, നിങ്ങൾ ഏത് അവസ്ഥയിലായിക്കോട്ടെ
ഞാൻ നിങ്ങളെ വെടിഞ്ഞിട്ടില്ല വെറുത്തിട്ടില്ല നിങ്ങൾക്ക് എന്നിലേക്ക് വരാം. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് പിന്നെ എന്തിനാ നമുക്കൊരു ബേജാറ്? നമുക്കെല്ലാം പക്ഷേ നമ്മളെ തവക്കല് അതിനേക്കാൾ രസം അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും നമ്മളൊക്കെ പറയും തവക്കലത്തിലല്ല ബാക്കി പഠിച്ചോ നോക്കിക്കോളും ഒരു സമയം പറയും. അതേ സമയം അപ്പുറത്ത് നമ്മളൊരാളടുത്ത് വന്നു കഴിഞ്ഞാല് നമ്മൾ ആളടുത്ത് എന്താ പറയാ, ആ എടോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കണിഞ്ഞ് പടച്ചോൻ എന്താ കണക്കാക്കിയിരിക്കണാവോ, എനിക്ക് ഒന്നും അറിയില്ല, പടച്ചോന് ഇനി എന്തൊക്കെയും എന്റെ ജീവിതത്തിൽ വരുത്താൻ പ്ലാനില്ലാവോ. ഇവിടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്താ പറഞ്ഞത്, തവക്കൽത്തല്ല, നമ്മള് പടച്ചോനെടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തവക്കുലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഒരു മറ്റേ തോണിയിലും കാലിടുന്ന ഒരു അവസ്ഥയല്ലാതെ ഒരു വിശ്വാസപൂർവ്വമുള്ള പ്രാർത്ഥന നടത്തുക. നമ്മൾ എപ്പോഴും പറയല്ലോ ഫിയറും ഫെയ്ത്തും ഒരു ഹൃദയത്തിലും നിലനിൽക്കൂല എന്നില്ല. നിങ്ങൾക്ക് ഫെയ്ത്ത് ഇല്ല എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഫിയർ ആണ്. നിങ്ങൾക്ക് ഫിയർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഫെയ്ത്തും ഇല്ല എന്നുള്ള കാര്യമാണ്. വിശ്വാസവും പേടിയും ഒരു ഹൃദയത്തിൽ നിലനിൽക്കൂല എന്നുള്ള കാര്യം. പിന്നെ ഈ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ പറയലുണ്ട് ഒരു പഠിച്ചവന് തന്നെ വീണ്ടും ഖുറാൻ, ഞാൻ ഇന്ന് കുറച്ച് ഖുറാൻ കണക്റ്റഡ് ആയി ചില വാക്യങ്ങൾ ആദ്യയിലേക്ക് ഒന്ന് ഹോൾഡ് കണക്ട് ആയിക്കോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചിലത് എടുത്തതുണ്ട് കേട്ടോ. ചിലത് ഓട്ടോമാറ്റിക്കലി അറിയാതെ വന്നു പോകുന്നതുണ്ട്. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടോ എല്ലാവരും രീതിക്ക്. അല്ലാണ്ട് ഇത് ഖുറാൻ ക്ലാസ് ആണോ, കുട്ടി എന്താണ് ഈ പറയുന്നത്, ഇതൊക്കെ പറയാൻ അവളായിട്ടുണ്ടോ, അവൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളാണോ, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എടുക്കാതെ നമുക്ക് ചിലവേ നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് കേട്ട ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് കൂടെ പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ചില കൗട്ട്സ് ആയാലും ആയത്തുകളായാലും പറഞ്ഞു വെച്ച് പോകുന്നത്. ഞാൻ നേരത്തെ എന്തൊരു പോയിന്റ് പറഞ്ഞില്ലായിരുന്ന ഖുറാനായത്തും ഇങ്ങനെ പറഞ്ഞു പോയി, എന്തോ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്, പ്രശ്നമില്ല. അപ്പോൾ അത് തവക്കുല് ഏറ്റവും പവർഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. പറഞ്ഞു വെച്ച പോയിന്റ് നമ്മൾ പറച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും ഞാൻ അവന്. പഠിച്ചവനെ കുറിച്ച് നിങ്ങൾ പ്രശ്നമാണ്, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് നിങ്ങൾ പ്രശ്നമായിട്ടാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം തന്നെയായിരിക്കും കാണാൻ വേണ്ടി പറ്റുക. അതല്ല ഒരു പരിഹാരമായിട്ട് ഒരു അൺകണ്ടീഷണൽ ലവ് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചവനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചോ അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അടിമ അത് പഠിച്ചോൻ തന്നെ പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഒരു വിശ്വാസം ഷാൻസർ പറയുന്നുണ്ട്. താങ്ക് യു. എനിക്ക് അറബി വേർഡ് അറിയില്ലായിരുന്നോ, താങ്ക് യു സോ മച്ച് ടു റിമൈൻഡ് ചെയ്തതിന്. എന്താണോ പറയുന്നത് അതായിരിക്കും അവർക്ക്, ഞാൻ അവർക്ക് അതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ റീസൺ നമ്മൾ പഠിച്ചവനെ കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടില്ല എന്നില്ല. നമ്മൾ പലപ്പോഴും പറയലുണ്ട് കുട്ടികളുടെ അടുത്ത് നമ്മളെ നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്താ പറയാ, പഠിച്ചവൻ നരകത്ത് കിടൂട്ടോ, അല്ലെങ്കിൽ പഠിച്ചവൻ ഇങ്ങനെ ചെയ്യൂട്ടാ. നമ്മളൊരു ഭീകര ജീവി അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് മാനറിലാണ് പഠിച്ചവനായാലും പരിചയപ്പെടുത്തി കൊടുക്കുക കുട്ടികൾക്ക് പോലും. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാം, എന്ത് കുട്ടികളുടെ അടുത്ത് പറയാം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കൂലികൾ കിട്ടും, പഠിച്ച ഇന്ന ഗുണങ്ങൾ നമുക്ക് ചെയ്തു വരുമെന്നല്ല. അത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുക. അത് പറയൂല, പകരം ഇങ്ങനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിലും എങ്ങനെയാണോ പഠിച്ചവനെ മനസ്സിലാക്കിയിട്ടില്ലേ അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു പോയ ചില പോയിന്റുകൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് വെക്കുക. സ്റ്റെക്നെസ് വരുന്നതിന് നമ്മൾ ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതല്ലേ. സ്ട്രെക്നെസ് വരാതിരിക്കാൻ നമ്മൾ ഈ ലിറ്റിൽ തിങ്സ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കുറേ തിരക്കുണ്ട് നമുക്ക്, ശരിയാണ്, പക്ഷെ ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും മീ ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി കാണുന്ന ആളടുത്ത് സംസാരിക്കാൻ, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അടുത്ത്, അതല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് മഴ നനയാനും. നമ്മൾ ആലോചിക്കുക നമ്മൾ ഈ ചെറുപ്പത്തിൽ എന്തെല്ലാം സന്തോഷങ്ങൾ കണ്ടെത്തിയിരുന്നത്. നമുക്ക് ആരെങ്കിലും മിഠായി തന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ. അതുപോലെ നമ്മൾ നട്ട ചെടിയിൽ പൂ വിരിഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള് നമ്മൾ എപ്പോഴോ മറന്നു പോയിട്ടുണ്ട്. അതിന് പൊടി തട്ടിയെടുക്കാന്നുള്ളതാണ് ഏത് സ്റ്റെക്നെസ്സിനായാലും നമുക്ക് ഹീൽ ചെയ്ത് ആ സ്റ്റെക്നെസ് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്നില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞു വെച്ച പോലെ അത്ര ഈസി ആയിരിക്കില്ല, എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കുക. എന്തോ ഒരു അങ്ങനെ ഒരു ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കുകളിലൊന്നും ഹോപ്പാണെന്നല്ലേ പറയാ, പ്രതീക്ഷയാണ്. എല്ലാം നല്ലതായി വരും, ഇന്നമാലി സിരിയൂസിൽ അങ്ങനെ പലതരത്തില് എല്ലാം വേദഗ്രന്ഥങ്ങളായാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഒരു പ്രതീക്ഷയിൽ നമ്മളിത് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പ്രശ്നം, ഒരു സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഒളിച്ചോടാതെ, അതൊന്ന് വഴുതി മാറാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ആ സ്റ്റെക്നെസ് ഉണ്ടെന്നില്ല നമ്മൾ മനസ്സിലാക്കുക, അതിനെ ഓവർകം ചെയ്യാനുള്ള ചെയ്യുക. അതിന് പലയിടത്തുനിന്നും ഹെൽപ്പ് വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. അതിനൊരു മടി കാണിക്കേണ്ട കാര്യമില്ല. ഈ സ്റ്റെക്നെസ്സിൽ എപ്പോഴും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞു വെച്ചതിനേക്കാൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് എപ്പോഴും കണക്റ്റ് ആവില്ല ഞാൻ പറയും ഒരാളെ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്.
ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണും. പക്ഷെ നമുക്കൊരു മനസ്സിന് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരാളടുത്ത് ഓപ്പൺ ആയിട്ട് നമ്മളെ വിഷമം പറയാൻ പോലും നമുക്ക് മടിയാം. ഓരിപ്പോ എന്ത് വിചാരിക്കുക? ഓ, ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് പറയലുണ്ട്, അവിടെ സ്കൂളിലെ കൗൺസിലർ മാമ പറയലുണ്ട്. ഇവിടുന്ന് നമ്മൾ ചില ഇങ്ങനെ എക്സാം പേടി അല്ലെങ്കിൽ മറ്റു ടെൻഷനുകളായ മനസ്സായിട്ട് കുട്ടികൾക്ക് പ്രശ്നമുള്ള കുട്ടികളെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്യും. നമ്മളെ കോട്ടയ്ക്ക് ആര്യവൈദ്യശാലനിധിയിൽ ഒരു ഫ്രീ ഹോസ്പിറ്റൽ ഉണ്ട്, പൊട്ടിപ്പാറ എന്ന് പറയും, മെന്റൽ ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പൊ അവിടേക്കൊന്നും കുട്ടികളെ പാരന്റ്സ് പോകില്ല. കുട്ടികളെ പാരന്റ്സിന് പോകേണ്ടത് വല്ല കോഴിക്കോടോ എറണാകുളമോ ഉള്ള ഹോസ്പിറ്റലിലേക്കാണ്. കാരണം എന്താ? ഇവിടെ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ അറിയും, ഒരറിഞ്ഞ് എന്റെ കുട്ടിക്ക് വയ്യാത്തേന്നല്ലേ കരുതുക. അത് ഇപ്പോഴും നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറെ അതിന് വേണ്ടപ്പെട്ട ഒരാളെ കൺസൾട്ട് ചെയ്യാന്നുള്ള കാര്യം ഭയങ്കര നെഗറ്റീവായി നമ്മുടെ ഉള്ളിൽ എന്തോ പ്രശ്നക്കാരനായി കിടക്കുന്ന കാര്യമാണ്. അത്ര കാണേണ്ടതില്ല. നമുക്ക് ആവശ്യം, നമുക്ക് ഒരാളെ ഹെൽപ്പ് തേടണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് തേടാം. ഞാൻ എന്റെ കഴിഞ്ഞ സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളെ സഹായം നിങ്ങൾ വാങ്ങുക എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ നെഗറ്റീവ് അല്ലാതെ അത് നിങ്ങളെ സെൽഫ് വാല്യൂ ഒരിക്കലും കുറക്കൂല, നിങ്ങളെ കൂട്ടേ ഉള്ളൂ. അവർ പറയുന്ന കാര്യം പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് നമ്മളെ വാല്യൂ ആണ് കാണിക്കുന്നത്. അപ്പൊ അതിനാരും വിഷമിക്കണ്ടില്ല. ഒരാളെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ കുഴപ്പമില്ല. അതൊരു അത്ര അത്ര കണ്ടുകഴിഞ്ഞാൽ മതി. ഒരു സൈക്കോളജിസ്റ്റിന് ഒരു ഡോക്ടറെ പോയി കാണുന്ന ലാഘവത്തിൽ നമുക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് അടിപൊളിയാവും ഞാൻ പറയും. ഇപ്പൊ ഞാനായാലും ചില സമയത്ത് ചില ബ്ലോക്കുകൾ വരാറുണ്ട്. അപ്പൊ ആർസിസിനെ കണക്ട് ചെയ്യും. ഞാൻ എൻ്റെ കഴിഞ്ഞ സെഷനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന അനൂപ് സാർ അടുത്ത് പോയി കണക്ട് ചെയ്യും. സാർ ഇങ്ങനെ ഒരു ഇഷ്യൂണ്ട് എന്താ ചെയ്യും? ചിലപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, ആ ഓക്കെ റെഡി ആവും എന്ന് പറയും. അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും. എന്റെ ചില പ്രശ്നങ്ങൾ അങ്ങനെ കേട്ടോ. ഇപ്പൊ എക്സാമിലൊക്കെ കുറേ പഠിക്കാണ്ടെങ്കിൽ വെറുതെ ഉമ്മനോട് പറയും, ഉമ്മക്ക് എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉമ്മക്ക് അറിയില്ല. പക്ഷെ ഉമ്മനോട് പറയും, ഉമ്മക്ക് തോന്നെ പഠിക്കാണ്ടല്ലോ. ഉമ്മ ആ ഓക്കെ പഠിക്കാനുണ്ടല്ലേ, ശരിയാല്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ മതി. നമ്മളെടുത്ത് കുറേ വിഷമങ്ങൾ പറയുന്നവർക്കൊന്നും പരിഹാരമല്ല വേണ്ടത്. ഒരു പറയുന്ന വിഷമത്തൊന്ന് കേട്ടു കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പൊ ഓരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ശരിയല്ല, എൻ്റെ ലൈഫിൽ അതുണ്ടല്ലേ, അത് മതിയാവും അവർക്ക്. അതുപോലെ നമ്മളെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ലൈഫിൽ സപ്പോർട്ട് ആവശ്യമാകുമ്പോൾ ഒരാളടുത്ത് പോയി ഓപ്പൺ ആയിട്ട് പറയാം. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ ലിറ്റിൽ തിങ്സ് സോൾവ് ചെയ്യാന്നില്ല. നമുക്കൊരു കഥ പറയാം. ഇപ്പൊ കുറെ ഇങ്ങനെ തിയറി പറഞ്ഞു പോയതല്ലേ. നമ്മള് ജോസഫ് കുട്ടി ജോസ് ഇല്ലേ, ആളെ ബറീഡ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആള് ചൈനയിൽ എങ്ങാണ്ട് വർക്ക് ചെയ്ത സമയത്ത് ഭയങ്കര സ്ട്രെസ് ഔട്ട് ആയി പോയി. നാട്ടില് ക്രിസ്മസിന്റെ സമയമാണ്. അപ്പോൾ വീട്ടിൽ മെമ്മറീസ് വരുന്നുണ്ട്, പാരന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ആവുന്നുണ്ട്. പക്ഷെ ആളവിടെ ഒറ്റക്ക. അപ്പൊ ആൾക്കത് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് ഭയങ്കര എഴുതിയിട്ടുണ്ട്, ഞാൻ അവിടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു, ചുമരിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്നെ തന്നെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി. അതിപ്പോ പ്രവാസികളുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ആവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ വരുന്ന ചില ഒക്കേഷൻസ് ഉണ്ടാവുമ്പോൾ അവർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വേദന, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല. അതുപോലെ സിറ്റുവേഷൻ കൂടെ കടന്നു പോയത് ആണ് ജോപ്പൻ എഴുതിയിട്ടില്ല. എന്നിട്ട് ആൾ അതിന് സോൾവ് ചെയ്തതിനെ കുറിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അല്ല ഒന്ന് ഞാൻ അങ്ങനെ നടക്കുമായിരുന്നു, അതിലൊരു സ്ട്രേഞ്ചറെ കണ്ടു, ഒരു പിച്ചക്കാരനാണ്. അപ്പൊ ആൾക്കൊരു ഡോളർ എന്തോ കൊടുത്തു, ഡോളർ അല്ല എന്തോ എന്തോ ചൈനയിലുള്ള മണീന്റെ ട്രാൻസ്ഫർ ആയിട്ടുള്ള നോട്ട് കൊടുത്തു. എനിക്ക് ആ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അമേരിക്കയിലാണല്ലോ ഡോളർ, ചൈനയിൽ അതല്ലല്ലോ. ഇതാണ്ട് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. പിന്നെ തിരിച്ച് അപ്പോഴും ഇവർ തമ്മിൽ എന്തോ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ചോപ്പം കുറച്ച് നടന്നു പോവാണ്. പിന്നെ ആളെടുത്തേക്ക് തിരിച്ചു വരികയാണ്. ഈ ഭിക്ഷക്കാരൻ്റെ അടുത്ത് തന്നെ ആളെടുത്ത് വെറുതെ പോയി മെറി ക്രിസ്മസ് എന്ന് പറയുമായിരുന്നു. ആ ഒരു സമയത്തിന് പോസിറ്റീവ് വെറുതെ ജസ്റ്റ് ആളെ വിഷ് ചെയ്തു. അപ്പോൾ ആ വിഷ് ചെയ്തപ്പോൾ സമയത്ത് ഈ ഭിക്ഷക്കാരന് ജോപ്പൻക്ക് ചെറിയൊരു കീ ചെയിൻ കൊടുത്തു. ചെറിയൊരു കീ ചെയിൻ കൊടുത്തു. ആ വാങ്ങി താങ്ക് യു എന്ന് പറഞ്ഞു. ജോസഫ് കുട്ടി പറയുന്നുണ്ട്, ആ തന്ന ഒരു കീ ചെയിന് ഞാൻ ആ മെറി ക്രിസ്മസ് എന്ന് കാണിക്കാൻ എടുത്ത ആ ഒരു ടെൻഡൻസി, ആ ഒരു ആക്ഷനാണ് എനിക്ക് എൻ്റെ ഇത്രയും നേരത്തെ ഫ്രസ്ട്രേഷനെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞല്ല, അത് ഇതുമായി കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. നമ്മള് വലിയ സ്ട്രെസ്സിനെ മാറ്റുന്ന ചില കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കും പറ്റുണ്ടാവുക. നമ്മൾ ഒന്ന് മനസ്സുറന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മള് ചില പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പറ്റും. പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ നമ്മളെ മൂഡ് ഒന്ന് മാറുക എന്നുള്ളതാണല്ലോ ഈ സ്ട്രെസ്. സ്റ്റെക്നെസ്സിലും വരുന്ന കാര്യം. നമുക്കപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കുറെ പേടികൾ, കുറെ ടെൻഷനുകളൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ ഈ സ്ട്രെക്ക് ആവുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഹാപ്പി മൂഡായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാം. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ ഇനി നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരൂല, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പോസിറ്റീവ് തന്നെ എല്ലാ ആളുകളും നിങ്ങളെ കാണുള്ളൂ എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ നെഗറ്റീവുകൾ വന്നു കഴിഞ്ഞാലും അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കും, നിങ്ങൾ ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാ കാര്യത്തിലും പേഴ്സ്പെക്റ്റീവ് ആണെന്ന് പറയും. അപ്പോൾ എന്നെ ഒരാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കതിനെ ഒന്ന് കേൾക്കാം, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത്
ഒരു ആ ഓക്കെ താങ്ക് യു നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു എന്നുള്ളത് നമുക്ക് കൊടുക്കാം. പക്ഷെ അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണോ അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് കാര്യങ്ങൾ വരിക. അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മതി. നമ്മളിപ്പോ ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മളെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ആരെന്ത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. നമ്മളെപ്പോഴും പറയില്ല, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും, ലോകത്തുള്ള വേറെ ഒരാളെ മാറ്റാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഒരാളെ എന്ത് കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഞാൻ മെലിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഓക്കെ അവരത് പറയാണ്, അത് അവർക്കൊരു സന്തോഷം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ ഒരു കെയർ തന്നിട്ട് അല്ലെങ്കിൽ ഓക്കെ ഞാൻ മെലിഞ്ഞിട്ടാന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ അതിനൊരു പ്രശ്നമായിട്ട് ഉള്ളിൽ എടുക്കണോ വേണ്ടേ എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുടെ റിസൾട്ട് ആണ്, റിഫ്ലക്ഷൻ ആണ് നമ്മളിപ്പോ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം. അപ്പൊ അതുപോലെ എന്ത് സംഭവം ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിന് പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുള്ളൂ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. നമ്മളാണല്ലോ നമ്മളെ ലൈഫിന്റെ കമാൻഡർ ആയാലും ചോയ്സർ എന്നില്ല. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം അതിനെ എങ്ങനെ ഉള്ളിലോട്ട് എടുക്കണം എന്നില്ല. അതിന് ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം. അതല്ല അതിനെ ഒരാളിപ്പോ നിങ്ങൾ തടിച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾ മെലിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്താണ് ഈ കാര്യം ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞതിന്റെ പുറത്ത് വിഷമിക്കണമെങ്കിൽ നമുക്ക് വിഷമിക്കാം. ഈ രണ്ട് ഓപ്ഷനും നമുക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ നമുക്ക് തീരുമാനിക്കാം ഒരാൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചെറിയ ആകത്തുക അതാണ്. എന്താര് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലേക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ എല്ലാവരും ഇല്ലേ, ആരെയും ചാറ്റ് ബോക്സിലോ വീഡിയോ മോഡിലോ ഒന്നും കാണുന്നില്ല. ജസ്റ്റ് കേൾക്കുന്നുണ്ടാവല്ലോ അല്ലെ? ഞാൻ വൺ വേ റേഡിയോ ജോക്കി ആയി പോവല്ലോ. ജസ്റ്റ് ചാറ്റ് യെസ് ബോക്സ്. മാം, കേൾക്കുന്നുണ്ട്. ഇവിടെ അനിയത്തിക്ക് സ്കൂള് തുറക്കുകയാണ്, അപ്പൊ അവൾക്ക് ഒരു മാഗസിന്റെ വർക്കുണ്ട്, അപ്പൊ രണ്ടും കൂടെ ചെയ്യുന്നേ. ആ ഓക്കെ 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 അതുകൊണ്ടാണ് താങ്ക് യു. ക്യാമറ ഓൺ ആക്കാത്തെ. ഓക്കെ ഓക്കെ. അല്ല ഞാൻ ആരെയും ഇതുവരെ മുർഷി മാമിനെ കണ്ടു. ഓ സത്യൻ സാർ വീഡിയോ മോഡിൽ വന്നിട്ടുണ്ടല്ലേ, താങ്ക് യു സർ. ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. എന്തായാലും റെസ്പോണ്ട് ചെയ്തു, താങ്ക് യു. അല്ലേ മാം പറയുന്നത് ഇങ്ങനെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ താങ്ക് യു. അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ സന്തോഷം. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ ചെയ്യുന്ന മുന്നേ ഇന്ന് പറഞ്ഞു വെച്ച പോയിന്റുകൾ ശ്രദ്ധിക്കാം അല്ലെ. നമുക്ക് എല്ലാം ഒന്ന് ഷോർട്ടായിട്ട് നമുക്ക് ഒന്നുകൂടി പോകാം. സ്കൂളിൽ ടീച്ചേഴ്സ് അറിയുന്ന പോലെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റെപ്നേസ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മളെ ലൈഫിലേക്ക് സ്റ്റെപ്നേസ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ ലിറ്റിൽ തിങ്സിനെ ഹോൾഡ് ചെയ്യുക. ലൈഫിൽ ഏത് സമയത്തും നിങ്ങൾ കുറെ ബിസിയുള്ള മനുഷ്യരാണ്, ഓക്കെ ശരിയാണ്, നിങ്ങൾ കുറെ ബിസി ഉണ്ട്, നമുക്ക് തിരക്കുണ്ട്, ജോലിക്ക് പോകണം, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിരുന്നാലും നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ ഡെയിലി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അതിന് പെട്ടതാണ് നമ്മൾ പരിചയപ്പെടുത്താറുണ്ടല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല്. അത് നിങ്ങളെ മീ ടൈമിന് നിങ്ങളെ ഈ സ്റ്റെപ്നെസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആവട്ടെ, മെഡിറ്റേഷന്, അങ്ങനെയുള്ള മൈൻഡ് പവർ ടൂൾസുകളൊക്കെ. ഇനിയിപ്പോൾ അതൊന്നും കണക്ട് ആവാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സംസാരിക്കുക, നിങ്ങളെ വീട്ടിലുള്ളവരായിട്ടോ നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടോ നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താം. എന്നും ഇത് ചെയ്താൽ പറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പിന്നെ രണ്ടാമതായി പറഞ്ഞു വെച്ചത് സ്റ്റെക്നെസ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതൊന്നും ഓടിപ്പോവാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ എൻ്റെ ലൈഫിൽ ഈ സ്റ്റെക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ അതിന് ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് അതിനൊരു പരിധി വരെ ഇമ്പോർട്ടൻസ് ഒരു പരിധിക്കപ്പുറം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. എൻ്റെ ലൈഫിൽ ഇങ്ങൊന്നും ഇങ്ങനെയാണല്ലോ പരാതികൾ പറയാതെ നമ്മൾ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളെ ഗൈഡ് എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ പ്രശ്നത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് ചുറ്റുമുള്ള പരിഹാരം നിങ്ങളുടെ കണ്ണിൽ മറയായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഹാരത്തിലേക്കായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ പറഞ്ഞ വിഷയങ്ങളായിരുന്നു ലിറ്റിൽ തിങ്സ് പറഞ്ഞു വെച്ചപ്പോൾ പ്രശ്നത്തിലേക്കല്ല പരിഹാരത്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും പറയുന്നു, പോസിബിൾ അല്ല പൂർണ്ണമായിട്ടും, ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യമാണ്, എന്തോ എല്ലാ നെഗറ്റീവ് ഇപ്പൊ ഇന്നമാലി സിരീസ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഒരു എളുപ്പം വരാനുണ്ട്. അപ്പൊ അതിനായി കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആവുക. ഏത് വിജയിച്ചവരെ കഥ എടുത്തു കഴിഞ്ഞാലും അവർ ഒറ്റക്കായി പോയ, അവർക്ക് സങ്കടപ്പെട്ട, അവർ ആരും ഇല്ലാണ്ടായ കുറെ വിഷമിച്ച കഥകളുണ്ടാവും. അതങ്ങനെയാണ്, അതിനുശേഷമാണ് അവർ സക്സസ് ആയിട്ടില്ല. അപ്പൊ അതുപോലെ നമ്മൾ ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും കണക്ട് ചെയ്യല് ജോഷ് ടോക്കത്തെ ഓരോ സ്റ്റോറീസ് ആണ്. എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെയുള്ള ഹാബിറ്റ് ആണ് ജോഷ് ടോക്ക് കേൾക്കാന്നില്ല, അതുപോലെ ചില പുസ്തകങ്ങളൊക്കെ വായിക്കാന്നില്ല. അപ്പൊ ഏത് സ്റ്റിക്നെസ് ആയ ടൈമിലും ഇന്ന അതൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പാക്ക് വയ്യാതെ ഒരു കാര്യം. ആ സിറ്റുവേഷനിൽ ഞാൻ അന്ന് വയ്യാന്നുള്ള കാര്യം അറിഞ്ഞ സമയത്ത് ഒന്ന് ടെൻഷനായിരുന്നു, എന്താണെന്നറിയില്ല. പക്ഷെ പിന്നെ മുന്നോട്ട് പോവായിരുന്നു. എന്തിനു ശേഷം എന്തോ ഒരു ഹയർ വരാനുണ്ട്, പടച്ചോൻ എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തന്നു നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. അതുപോലെ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
അതുപോലെ ഈ സ്റ്റെക്നെസ് ആയിട്ടുള്ള ടൈമിലും ഞാൻ സ്റ്റെക്ക് ആണല്ലോ എന്ന് പരാതി പറഞ്ഞ് അവിടെ ഇരിക്കാതെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവാം. നമ്മളെ ചെയ്യുന്നില്ല, നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് പാരൻസിനായാലും നമ്മളെ ടീച്ചേഴ്സിനായാലും നമ്മളെ മെന്റേഴ്സിനായാലും ഒക്കെ ആഗ്രഹിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇങ്ങനെ ആയി തീരണം എന്നുള്ളതൊക്കെ. പക്ഷെ അതിന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാന്നില്ല നമ്മളെ കയ്യിൽ എടുക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മളെ സ്റ്റോറി, നമ്മളെ സക്സസ് എങ്ങനെ എഴുതണം നമുക്ക് ഡിസൈഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ പോവാം. അപ്പോൾ 2-3 പോയിന്റുകളായാലും അപ്പൊ ഈ 3 പോയിന്റ് പിന്നെ ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് തേടണമെന്നുണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കാതെ ഹെൽപ്പ് വാങ്ങുക. സൈക്കോളജിസ്റ്റിനെ പോയി നിങ്ങൾ കണ്ടു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് സെന്റർ നിങ്ങൾ സന്ദർശിച്ചു എന്നുള്ള ഒരിക്കലും ഒരു തെറ്റല്ല. അത് റൈറ്റ് ടൈമിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കും. ഇന്ന് ആത്മഹത്യകൾ ഒരാളും മനസ്സിലാക്കിയെടുത്തോളം ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ച് അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടി ആരടുത്തും ഷെയർ ചെയ്യാതെ അവർക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഒരാളെ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് പോയവരാണ്. അങ്ങനെ നമ്മൾ ആവാതിരിക്കാൻ നമുക്ക് ചില ഹെൽപ്പുകൾ തേടാം. അതൊരു തെറ്റല്ല, ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. അതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മയാണ് എന്ന് നിങ്ങൾ കരുതിയാൽ മതി. പറഞ്ഞ പോലെ പനി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കും. അതുപോലെ നമ്മളെ മനസ്സിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിന്, ഒരു കൗൺസിലർ, അല്ലെങ്കിൽ ഇപ്പൊ അവരൊന്നും ആവണമെന്നില്ല, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ആയിട്ട് ഒരാളെ ഓപ്പണായി പറയും. അതൊരു തെറ്റല്ല. അതിനെ അങ്ങനെ കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എല്ലാത്തിനും ശേഷം ഒരു ഹോപ്പോട് കൂടി എന്ന് ലൈഫിൽ മുന്നോട്ട് പോവാ. എല്ലാ സ്റ്റെപ്സും സ്റ്റേബിൾ അല്ല, എല്ലാത്തിനും ശേഷം ഒരു ബെസ്റ്റ് തിങ് വരാനുണ്ട് എന്നുള്ള തന്നെയാണ് വീണ്ടും പറയാനില്ല. ഇവിടെ നമ്മളെ ലോകത്ത് ജീവിച്ചു പോയിട്ടുള്ളവരൊക്കെയും അല്ലെങ്കിൽ ഇവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ഇതാണ്: മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും ഷോ മസ്റ്റ് ഗോ. നമ്മളെ സിറ്റുവേഷൻ എന്താവട്ടെ, ഷോ മസ്റ്റ് ഗോ. നമ്മൾ സ്റ്റെക്ക് ആയിരിക്കാതെ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവാം. നമ്മളെ സ്റ്റോറി, നമ്മളെ വിജയം നമുക്ക് ഉറപ്പുവരുത്താം. പിന്നെ പ്രെയർ അങ്ങനത്തെ കണക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കുക. പറഞ്ഞു വെച്ച പോയിന്റുകൾ, ലിറ്റിൽ തിങ്സിനെ ഒരു ചെറിയ കാര്യമായി കാണാതെ നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ഹോൾഡ് ചെയ്യുക. അതുപോലെ നിങ്ങളെ മീ ടൈം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആരുടെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് തേടുക. ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എത്രത്തോളം സെഷൻ ആർക്കും കണക്ട് ആയിട്ടുണ്ടാവും എന്നറിയില്ല. നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് ആണ് ഇനി ആവശ്യം, അല്ലെങ്കിൽ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താം. നിങ്ങളെ സജഷൻസ് ഒക്കെ പറയാം. അപ്പൊ ഇത്ര നേരം വളരെ മനോഹരമായി കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ടൈമിനെ കൊന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എങ്കിൽ സോറി. നിങ്ങളെ ഫീഡ്ബാക്ക് ആണ് ആവശ്യം. ഓരോരുത്തരെയും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സെക്കൻഡ് സെഷനാണ്, രണ്ടാമതായി എടുക്കുന്ന ക്ലാസ് ആണ്. അപ്പോൾ നഫ്സൽ സേർ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പോകുന്നില്ല. പൊതുവേ സേർ ഉണ്ടാവാറുണ്ട്. സേറിന്ന് കുറച്ച് ബിസി കാരണം കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായതുകൊണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് ഓരോരുത്തരായി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. ആരാണ് ആദ്യം വരുന്നത്? ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ഇന്നെ തന്നെയാണ് ആദ്യം വന്നിട്ടോ. കാരണം ഇപ്പൊ മാമിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് ഞാനൊരു ഡിപ്രഷൻ ആയ സമയത്ത് മാമിനോടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലും ഞാൻ എഴുത്തു തുടങ്ങിയത് മാമിനോട് ചോദിച്ചിട്ടാണ്. അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. താങ്ക് യു മാം. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തേടാം, ഒരു കുഴപ്പമില്ല ഇൻഷാല്ലാ. നെക്സ്റ്റ് ആരാണ്? ഓരോരുത്തരെയും പേര് വിളിക്കണോ? അഫ്സൽ സാർ എത്തിയാ? ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ള ഞാന് നേരത്തെ പറഞ്ഞ ചെറിയൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെറിയൊരു ബിസിയിലാണ് എന്നില്ല. പ്രശ്നമില്ല. നെക്സ്റ്റ് ആരാ ഫീഡ്ബാക്ക് തരാൻ വരുന്നത്? ഹലോ മാം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പറഞ്ഞോളൂ. എന്തൊക്കെയാ, സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നു. എന്തൊക്കെ ഹയപാട്? വെക്കേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ അല്ലെ? പിന്നെ കഴിഞ്ഞു, അടിപൊളിയായി കഴിഞ്ഞ്. വിചാരിച്ചതിനേക്കാൾ സൂപ്പറായി എൻഡ് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. മാഷാ അല്ലാ. പൊസിഷൻ ഇപ്പൊ കണക്റ്റഡ് ഞാന് ആയിട്ടുണ്ടോ? ഇപ്പൊ മാം എടുത്ത ക്ലാസ് ഇല്ലേ, അതായത് ഇപ്പൊ മാം രണ്ടാമത്തെ സെഷൻ അല്ലേ മാം ഇങ്ങനെ എടുക്കുന്നേ. യാ. മാമിന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതെനിക്ക് നമ്മുടെ മാജിദ് യുണീക്നെസിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ മൈൻഡിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ നമ്മൾ പല ക്ലാസ്സുകളും കേൾക്കുന്നതാണ്. അപ്പൊ കോംപ്ലക്സ് ആയിട്ട് നല്ല ഹാർഡായിട്ട് മനസ്സിലാവാത്ത രീതിയിലും ഇതിനെ കുറിച്ച് പറയും. നല്ല സിമ്പിൾ വേർഡ്സിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും കഴിയും. ഇപ്പം മാമിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ മാം പറയുന്ന കാര്യങ്ങള് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാ മാം പ്രസന്റ് ചെയ്യുന്നത്.
അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇത് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവർക്ക് ഇതെന്താ സംഭവം, അയ്യോ ഇത് ഇത്ര പണിയാണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഇന്റെയൊക്കെ കേസ് അത് തന്നെയായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ പറ്റി കേൾക്കുന്നത്. അതിന് മെയിൻ ഇൻഫ്ലുവൻസ് ഇപ്പൊ മാം ഉണ്ട്, അഫ്സൽ മാജിദ് സർ ഉണ്ട്. സർ സുഖല്ലേ? സർ ഇങ്ങനെ ഇപ്പൊ കൊറേ ഹലോ. സെഷനിലൊന്നും അങ്ങനെ കാണാറില്ല. ആളിങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ഒരു സാറിന് പിന്നെ മിസ്ന മാം ഉണ്ട് നമുക്ക് ഡീൽ ചെയ്യാന്. ഞാൻ മിസ്ന മാമിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? മാം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നോ? മാം ഇതിലിങ്ങനെ ക്ലാസ് എടുക്കുന്നോ? അതായത് ഇതിലെത്തുന്നതിന്റെ മുമ്പേ എനിക്കൊരു ഡൗട്ട് എന്നോട് ചോദിച്ചാട്ടോ. റൂട്ട് അറിയാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനിഫെസ്റ്റ് ഇല്ല, അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ ഇല്ലായിരുന്നു. അതായത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഏൺ ചെയ്യണം, ഇങ്ങനെ ടീമിലേക്ക് എത്തണം എന്നില്ല. പക്ഷെ കറക്റ്റ് റൂട്ട് ഇതാണെന്നോ അല്ലെങ്കിൽ ഈ ടീമിന്റെ കൂടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നോ ഈ മൈൻഡ് പവർ ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്റെ സംസാരത്തിൽ എപ്പോഴും വന്ന അഫർമേഷൻ ആയിരുന്നു, ഡിഗ്രി എത്തുന്നതോടുകൂടി ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കാൻ പോകുന്നത് എനിക്ക് എങ്ങനെയും കണക്ട് ആവണമെന്നില്ല. അങ്ങനെ എത്തിച്ചേരുന്നതിലാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു മാജിക് ആണ്. ഈ മൈൻഡിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാല് അത് എത്രയും പെട്ടെന്ന് മനസ്സിലാവണം അത്രയും നല്ലത് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് മാം, അടിപൊളി ക്ലാസ്. ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേറും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അനിയത്തിന്റെ അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഹാളൊക്കെ കോളാക്കിയിട്ടിക്ക. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുക. ആ ടൈമിലാണ് ഞാൻ അത് കേൾക്കുന്നത്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാല് അത് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ കിട്ടും, റിസൾട്ട് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യണേ. ഇപ്പൊ ഈ മുർഷി മാമിനൊക്കെ ഞാൻ എന്നും കാണലുണ്ട്, സത്യൻ സാറിനൊക്കെ. അവര് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എടുക്കുന്നതിന്റെ അതേപോലെ തന്നെ അവര് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതന്നെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഇനി താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഇനി സെഷൻസിലൊക്കെ ജോയിൻ ചെയ്യുക. അവർ പറഞ്ഞ പോലെ നമ്മൾ മൈൻഡ് പവറിന്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മുർഷി മാം ആയാലും ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അതുപോലെ ബാക്കിയുള്ളവരും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഇത് എത്തിച്ചേരാനാണ് നമുക്ക് ഏറ്റവും ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ, നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് മാറുന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആണ്. അപ്പൊ അതിന് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ശ്രമിക്കുന്നത്. പിന്നെ നേരത്തെ ഹയ പറഞ്ഞല്ലോ, അപ്പൊ അഫ്സൽ സാറെ കാണലില്ല എന്നല്ല. ഇപ്പൊ കേട്ടിട്ടില്ലേ, വലിയ ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന കാര്യം ലീഡേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരാളും കിങ് ആയി ഇട്ട് ഏറ്റവും നല്ല കിങ്ങിന്റെ പണി മറ്റു കിങ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും അധിപനായിരിക്കുക എന്നുള്ളതല്ല. അഫ്സൽ സാർ ചെയ്യുന്ന അതേ സംഭവമാണ്. ഇപ്പൊ എനിക്കായാലും മറ്റു ആളുകൾക്കായാലും ഇത് ഓപ്പർച്യൂണിറ്റി തരികയാണ്. ഞങ്ങൾ അടിപൊളിയാക്കി എടുക്കുകയാണ്, കൂടെ ആളും അടിപൊളിയാവാണ്. അതുകൊണ്ടാണ് ആളെ കാണാത്തത്. ആളെ ലീഡേഴ്സിനെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. താങ്ക് യു. നെക്സ്റ്റ് സാറിനെ കാണാതാവുമ്പോ നമ്മൾ എന്തേലൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും. എന്തേലും ബിഗ് ബാങ് കൊണ്ട് വെയിറ്റിംഗിലായിരിക്കും നമ്മള്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി ഷെയർ ചെയ്യട്ടോ മാം, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ യുണീക്നെസ് ഫെസ്റ്റിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഇടയിൽ ഞാനൊരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ആൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത്, ഇതിനേക്കാളും വലുതാണ് ആള്. ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇപ്പൊ മിനിഞ്ഞാന്ന് ആളെ കണ്ടു. ആള് ഇപ്പൊ ആകെ മാറി. ഇപ്പൊ ഫുള്ള് ആൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യണം, ഭയങ്കര പോസിറ്റീവ്. ആൾ എന്നോട് വന്ന് പറഞ്ഞു, ഈ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ. അതെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, ട്രിപ്പിന്റെ ഇടയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഇപ്പൊ എന്നെ മിസ് ചെയ്യാണ്. അപ്പൊ അതിനുള്ള വലിയൊരു പങ്ക് നിങ്ങൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ വരും, എന്തെങ്കിലുമൊക്കെ വരും, എന്തെങ്കിലും പോയിന്റ് വരും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചൊക്കെ കിട്ടിയെന്ന് പറയും. പക്ഷെ ബിയോണ്ട് ലിമിറ്റ് നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ അഫ്സൽ സാറിനോട് കോണ്ടാക്ട് ചെയ്തപ്പോ സാർ പറയും ഇനി ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ആരോടായിക്കോട്ടെ സാർ അങ്ങനെ പറയാം. അതുകൊണ്ട് അതിനൊരു വലിയ താങ്ക്സ് ഉണ്ട്. ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുകൊണ്ട് വിട്ടുപോയതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. നമ്മൾ ഹൈ വന്നു കഴിഞ്ഞാൽ ആ ഒരു എപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കലുണ്ട്. ആൾ കുറെ മെസ്സേജ് തന്നിട്ടാണ് പോവുക. വെറും ഫീഡ്ബാക്ക് അല്ലാണ്ട് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോലെ, ചില എക്സ്പീരിയൻസുകളായിട്ടോ. ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ പറ്റുക. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് തരാൻ വേണ്ടി വരുന്നത്? സത്യൻ സർ എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻ ആയിട്ടോ തിരുത്താനായിട്ടോ എന്തെങ്കിലും? അല്ല, കാര്യമായിട്ടൊന്നുമില്ല മാഡം. നന്നായിട്ടുണ്ട് ക്ലാസ്. നല്ല ഒരു എന്താണ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലേക്കുള്ള മെത്തേഡ് തന്നെ എടുത്തത്. വളരെ നന്നായിട്ടുണ്ട്. നന്നായി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ് ആരാണ്? ചില
ക്ലാസ്സിൽ പുതിയ പേരുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ സന്തോഷം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ 3 ഇൻസ്ട്രക്ഷൻസിനില്ലേ, നമ്മളും അതേ സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളെ കയ്യിൽ നിന്ന് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ സ്വീകരിക്കാനും നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ പറഞ്ഞ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ നിങ്ങൾക്ക് ശബ്ദം വിറയൽ കഴിഞ്ഞ് കഴിഞ്ഞാലോ പ്രശ്നമില്ല. നമ്മൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി എല്ലാം കാത്തു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയും, ഇന്ന് സെഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, സിൻസിയറും ഇല്ല. എൻ്റെ ചിലപ്പോൾ ചിലർക്ക് പിടികിട്ടിട്ടുണ്ടാവും സംസാരത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ. പക്ഷെ ഞാൻ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ അങ്ങനെ റെഡിയാണ് സ്റ്റാർട്ട് ചെയ്യുക. പോലെ നിങ്ങളെ സെൽഫിനെ നിങ്ങൾ ഷോക്കേസ് ചെയ്യാന്നില്ല അല്ലേ. എങ്ങനെയായാലും നിങ്ങൾ ഫീഡ്ബാക്ക് പറയുക. ഹസ്ന മാം, ഒരു ഐഫോൺ കാണുന്നുണ്ട്. അർഷിത മാം, സൂര മാം, ഷാൻ സർ, മൊയ്തീൻ കുട്ടി സർ, ഷമീമ മാം, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആയിഷ, സൈഫോൺ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട്, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇടയിൽ കൂടെ ക്ലാസ്സിന് കയറിയത്, കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയത്. ഓക്കെ, ഞാൻ സമയത്തൊക്കെ കയറിയത്. അപ്പൊ ശരിക്കും ഇത് എനിക്ക് എന്താ പറയാ, A to Z വരെ കേട്ടാലേ മനസ്സിലാവുള്ളൂ. എന്ത് കൊടുത്തു ഇത് കൊടുത്തെന്ന് മനസ്സിലായിട്ടില്ല. സോ എന്തായാലും മിസ്റ്റർ മാം എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയൂട്ടോ. അല്ലെങ്കിൽ അഫ്സൽ സാറ് ബാക്കിൽ ഇരുന്നും കൊണ്ട് ഇങ്ങനെ ഒരു സറൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. ബട്ട് ഇപ്പൊ ക്ലാസ് ഒക്കെ തുറന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ. പിന്നെ ക്ലാസ്സും അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ടീമിലേക്കൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന കാണുമ്പോൾ കൂടെ പഠിക്കുന്നുണ്ട്, പഠിച്ചത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അത് വീഡിയോ മൂഡിലൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷാട്ടോ. എനർജി ലെവൽ നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ട് എന്താ പറയാ, വല്ലാത്തൊരു വൈബ്രേഷൻ ആണ് അത്. സോ നമ്മുടെ അഫ്സറിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനും കുറച്ച് ബിസി ആയി പോയി. എനിക്ക് സാറുടെ 2 ക്ലാസ്സും വിട്ടുപോയി, മാമിന്റെ ഒരു സെക്ഷൻ, അത് മുന്നേ ഉണ്ടായിരുന്ന ഒരു സെക്ഷൻ വിട്ടുപോയി. എന്തായാലും ഞാൻ സാറെ കോൺടാക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ 2-3 ദിവസം മുന്നേ, എന്റെ ഒരു കോൺവെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം. ആദ്യം വന്നിട്ട് നമ്മൾ പാരന്റ്സിനോടൊക്കെ ഒന്ന് പറയില്ലേ, ആ ഒരു വൈബ്രേഷനിലാണ് ഞാൻ സാറെ മെസ്സേജ് അയച്ചിരുന്നത്, സാർ കിട്ടിയിട്ടോന്നൊക്കെ പറഞ്ഞിട്ട്. സാറെ കയ്യിൽ നിന്ന് കിട്ടിയ റിപ്ലൈയും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ അഫ്സൽ മാജിദ് ഈ ഒരു ഇതിൽ വന്നിട്ട് നമ്മളെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച്, ഇപ്പൊ ഇതിൽ കയറിയ ആളുകൾ എത്ര പേര് എന്നെ ഹായ് അല്ലാതെ എത്ര പേര് എന്നെ അറിയുന്നവരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പുതിയൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു. നമ്മുടെ അഫ്സൽ സാറിന്റെ പ്രോഗ്രാമായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞാനത് അവിടെ നിന്ന് എന്റെ ട്രോമ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇൻഷാല്ല ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് മറ്റൊരു സാറെ പരിചയപ്പെടുന്നതും അവരുടെ കീഴിൽ അത് പബ്ലിഷ് ചെയ്തതും. അതിനുശേഷം സർട്ടിഫിക്കറ്റ് സെറമണി ഉണ്ടായിരുന്നു, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എവിടെയും പറയുന്ന ഒരു കാര്യം നമ്മുടെ ടാസ്കുകളാണ്. എനിക്ക് ശരിക്കും ടാസ്കിന്റെ ഒരു ബേസിക് കിട്ടിയതും അതിന്റെ ഒരു ഫോളോ അപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റിയതും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ്. മോർണിംഗ് ടാസ്കുകളും നൈറ്റ്, അതിനിടയിൽ നമ്മൾ കിട്ടുന്ന സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഫ്രീ ടൈമുകൾ. ഇനിയിപ്പോ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജറാണ് കിട്ടുന്ന സമയത്ത് ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പൊ അത് കൂടുതലായിട്ട് മിസ്റ്റർ മാം എനിക്ക് എന്റെ മൈൻഡിലേക്ക് തന്നില്ല. ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ച കാര്യമായിരുന്നു, എങ്ങനെയാ മാം ഇതൊക്കെ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അത് മാം പറഞ്ഞിരുന്നു, ഞാൻ ക്ലാസ് എടുത്ത് തന്നാ തോന്നുന്നു, നമുക്ക് കിട്ടുന്ന സമയത്ത് മാം ചെയ്താൽ മതി കേട്ടോ മാമിന്. ശരിക്കും ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രസന്റ്ലി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ജേർണലിംഗ് ആണെങ്കിലും നമ്മുടെ മറ്റെന്ത് മൈൻഡിൽ വരുന്ന മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നോട്ട് ചെയ്യാൻ മാറ്റി വെക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് മാം ഇപ്പൊ ക്ലാസ്സിന് ലാസ്റ്റിൽ കയറിയ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടു. എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത് നല്ലൊരു രീതിയിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റട്ടെ. സോ അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഇനി കേട്ടിട്ട് ഞാൻ ബാക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഷമീമ മാം. താങ്ക് യു. ഹൈനെ പോലെ തന്നെ നമ്മളെ ക്ലാസ്സിൽ എപ്പോഴും ഫീഡ്ബാക്ക് പറഞ്ഞ് മുർഷി മാമിനെ പോലെ കണക്ട് ചെയ്യുന്ന ഒരാളാണ് ഷമീമ മാമും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നല്ലേ ചോദിച്ചു കേട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് ആരാണ്? ഷാനിസർ ജസ്റ്റ് ചാറ്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ആയത്തിന്റെ സമയത്ത്. അല്ല, ഞാന് നാട് തിരുവനന്തപുരത്താണ്. ഓക്കെ. പിന്നെ സൈക്കോളജിക്കൽ ക്ലാസ് ഒക്കെ കാണാറും കേൾക്കാറൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് വൈകിയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ഓ, അപ്പോ രണ്ടാമത്തെ അതായത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ പരിഹാരങ്ങളെ ഫോക്കസ് ചെയ്യണം, അത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. വലിയ സന്തോഷം. ഞാൻ കുറെ പ്രതിസന്ധികളിലൂടെ പോകുന്ന ആളാണ് നിലവില്. അപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കൊടുക്കാതെ പുറമേ നിന്ന് തന്നെ അത് പരിഹരിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. എനിക്ക് ഒരു ചെറിയൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്, അറിയാലോ.
അപ്പൊ ഒരു സ്ഥാപനം നമ്മൾ മുന്നോട്ട് കുറേ പ്രഷർ നമുക്ക് ഉണ്ടാവുമല്ലോ. ഉം. പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പം നമ്മൾ ഈ പ്രഷറില്ലാതെ ഈ വൈഫിനെയും ഫാമിലി എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും? അതൊന്ന് പറഞ്ഞു തരണം. കാരണം വലിയ പ്രശ്നമാണത്. ഉം, ഉം. നമ്മളിപ്പോ ഒരു ഒരു സ്ഥാപനം നടത്തുമ്പം അതിന്റെ ഇൻകം എല്ലാം, കാരണം നമ്മളിപ്പോ ഒരു 10-30 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനാണ് ഞാൻ. ഓ അപ്പൊ അതിന്റെ മൊത്തം വരവും ചെലവും കാര്യങ്ങളെല്ലാം നമ്മളാണ് അത് നോക്കി നടത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ പ്രഷറും കാര്യങ്ങളും. അപ്പൊ വീട്ടിലെത്തുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അതിന്റെ കോളുകളും മറ്റൊക്കെ വരുമ്പോഴേ നമ്മൾ കുറഞ്ഞ സമയമല്ലേ വീട്ടിൽ ഉണ്ടാവാറ്. യാ, യാ. അപ്പൊ ചിലപ്പോ അവിടുന്ന് കോൾ എടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ വർക്കിലാവുമ്പോഴേ ആ വൈഫ് ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? കാരണം നമ്മുടെ ലൈഫ് പ്രധാനമാണല്ലോ. ഉം, ഉം. ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുമെന്നല്ലേ? അതെ അതെ, അത് ജസ്റ്റ് പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണമെന്നില്ല. ഓക്കെ, ഞാൻ ഇതുപോലെ ഒരു ക്വസ്റ്റ്യന് ഒരു IASന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ വന്ന പേര് ഞാൻ ഓർക്കുന്നില്ല ആളെ. അപ്പൊ IAS ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് പെട്ടെന്നൊരു ഗെറ്റ് ബാക്ക് എളുപ്പമല്ലല്ലോ. ഫാമിലിയിൽ എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള പോസ്റ്റ് ആണല്ലോ. അപ്പൊ ആള് നമ്മുടെ അടുത്ത് വരുന്നത്, നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ലൈഫിനെ പോലെ തന്നെ ഫാമിലി ലൈഫിനും നമ്മൾ ശ്രമിച്ചാൽ മതി ഇമ്പോർട്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അതിനൊന്നും ആക്ഷൻ എടുക്കാതെ അതൊന്ന് കൺസിഡർ ചെയ്യാം. വീട്ടിൽ വരുന്ന സമയത്ത് ഇത്തിരി സമയം ഞാൻ ഫോണോ മറ്റു ബിസികളോ ഒന്നും മാറ്റി എടുക്കാണ്ട് എന്റെ ഫാമിലിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ശരിയാക്കാം. പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇത് വരുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളെ വൈഫിന്റെ അടുത്താണെങ്കിലും എനിക്ക് എന്റെ സിറ്റുവേഷൻസിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കോൾ ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ. അത് നമ്മൾ ആരെടുത്ത് വരില്ല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചിലപ്പോൾ വൈഫിനെ അറിയാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സിറ്റുവേഷൻ എന്നുള്ള മൊത്തത്തിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയണ്ടാവില്ല നമ്മൾ ഇത്രത്തോളം പ്രഷറിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നില്ല. അപ്പൊ ഇവൻ എന്റെ പേഴ്സണൽ കേസിൽ വരുന്ന സമയത്തും ഞാൻ വീട്ടിൽ ഉമ്മന്റെ അടുത്തൊക്കെ പറയലുണ്ട്, ഇന്ന് കുറച്ച് തിരക്കുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് അധികം വർക്ക് ഉണ്ട്, അതുകൊണ്ട് എന്നെ വേറെ കാര്യങ്ങൾക്കൊന്നും വിളിക്കരുത് കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മള് ഒന്ന് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഫാമിലിയോ ഫാമിലി കഴിഞ്ഞിട്ട് വർക്കോ എന്നില്ലാണ്ട് രണ്ടിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. കൂടുതൽ എന്തായാലും അഫ്സൽ സർ ആഡ് ചെയ്ത് തരും കേട്ടോ. ആ മിസ്നെ, അതിലേക്ക് ഇപ്പം ഷാൻ സാർ ചോദിച്ചതിലേക്ക് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാല്, കഴിയുന്നിടത്തോളം ഇപ്പം സാറിന് കൂടുതൽ ടൈം കുറച്ചെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ഫാമിലിക്ക് വേണ്ടി മാറ്റി, ഞാൻ ഉറങ്ങുന്ന ടൈം അല്ല കേട്ടോ പറഞ്ഞത്, അല്ലാതെ നൈറ്റിൽ വന്നിട്ട് ഈവനിങ്ങിൽ കുറച്ച് ടൈം മാറ്റി വെക്കാൻ പറ്റുന്നില്ല, അത്രയും തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം സാറൊന്ന് ഡെലിഗേറ്റ് ചെയ്യാൻ നോക്കുന്നത് നല്ലതായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പം സാറ് കാണാറില്ല, ഇപ്പം കൂടുതൽ തിരക്കുള്ള ആളുകൾക്ക് അവരുടെ സെക്രട്ടറി പോലെ ഒരാൾ, ദാറ്റ് മീൻസ് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ ഇല്ലാത്ത സമയത്തും നോക്കി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബിസിനസ് ഗ്രോത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഡെയിലി നിങ്ങളിപ്പം ഡെയിലി ആക്ടിവിറ്റീസിലും നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിലേക്ക് ചിന്ത കൊടുക്കാൻ ടൈം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ആ അക്കൗണ്ടിങ്ങും മാർക്കറ്റിങ്ങും അതേപോലെ സെയിൽസും എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ആക്ടിവിറ്റീസിൽ മാത്രം ഒതുങ്ങിപ്പോകും നിങ്ങളുടെ ചിന്ത. ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ ഒരാളാണെങ്കിൽ കഴിയുന്നിടത്തോളം കുറച്ചൊന്ന് ആളുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റണം. അതേപോലെ നിങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു ഇതും വേണം. എല്ലാ സമയത്തും നിങ്ങൾ അതിലില്ലെങ്കിലും നോക്കി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. ഒന്നെങ്കിൽ അത് ചെറിയ പാർട്ട്ണർഷിപ്പ് വഴി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് എന്നുള്ള ഒരു അസിസ്റ്റന്റ് മാനേജറിനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു പോസ്റ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇൻകം ജനറേഷൻ എത്രത്തോളാണെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഇത് വെച്ചിട്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഇന്നിപ്പോ ഞാൻ സെഷന്റെ സ്റ്റാർട്ടിങ്ങിലെ ഇവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷേ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, കാർ ആക്സിഡന്റ് ആയി. അപ്പം കാർ ആക്സിഡന്റ് മീൻസ് കാറിൽ വന്ന വേറെ വണ്ടിയൊന്നും ഇടിച്ചതല്ല, ഒരു ചക്ക വീണതാണ്. പക്ഷെ കറക്റ്റ് ഗ്ലാസിന്റെ മുകളിലായി വീണത്. അപ്പൊ ഗ്ലാസ് ഒന്നായിട്ട് എന്താ പറയാ സ്ക്രാച്ച് ഒക്കെ വന്നപ്പോ അതിന്റെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെയാണ് ലേറ്റ് ആയി പോയത്. പക്ഷെ അത് എനിക്കറിയാം, ഞാൻ ഇല്ലെങ്കിലും മിസ്സിനെ ഡീൽ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓൾറെഡി കാര്യങ്ങളെല്ലാം മിസ്സിനൊക്കെ അറിയുന്നതുകൊണ്ട്, ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടും എടുത്തിട്ടും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട്. അപ്പൊ എനിക്കിപ്പോ ഇന്നത്തോടു കൂടി കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിപ്പോ ഞാൻ ഇല്ലെങ്കിലും മിസ്സിനെ ഡീൽ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടെ കിട്ടി. ഞാൻ ഉദ്ദേശിച്ച മിസ്സിനെ പോലെ തന്നെ ബാക്കിയുള്ള മറ്റുള്ള ടീം മെമ്പേഴ്സ് ആണെങ്കിലും ഓരോരുത്തരും ഇങ്ങനെ
ഇന്നിപ്പം മിസ്ന ചെയ്ത വർക്കിലേക്ക് വേറൊരാളെ സിസ്റ്ററേയും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. ആ രീതിയിലൊന്നും ഡെലിഗേഷൻ കൂടുതൽ ഒരുപാട് ആളുകൾ അണ്ടറിലുള്ളതാണെങ്കിൽ സാറിന് ഒരു ഡെലിഗേഷൻ ചെയ്യാൻ പറ്റുന്നത് നല്ലതായിരിക്കും. എല്ലാ ഡിസിഷൻസും ചെറിയ ചെറിയ ഡിസിഷൻസ് പോലും സാർ എടുക്കുന്നതിന് പകരം ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസിലേക്ക് മാത്രം ഇൻവോൾവ് ചെയ്യും. ബാക്കിയുള്ളത് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അത്യാവശ്യം നല്ലൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാ വിചാരിക്കും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും എല്ലാത്തിനും പോയിട്ട് റിപ്ലൈ കൊടുക്കാനൊന്നും അവർക്ക് ചിലപ്പോൾ ടൈം കിട്ടിക്കോളന്നില്ല. ഞാൻ ഉദ്ദേശിച്ച വലിയ ഒരുപാട് 100K ഓഫ് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യുക, സോഷ്യൽ മീഡിയ നോക്കാൻ ഒരാളെ വെക്കും. അതിന്റെ അണ്ടറിൽ അവർക്ക് ഒരു അസിസ്റ്റന്റും ഉണ്ടാവും. അസിസ്റ്റന്റിനോട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുന്ന ആള് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അസിസ്റ്റന്റിനോട് പറയും. എന്നിട്ട് അസിസ്റ്റന്റിനും അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ആ ഇമ്പോർട്ടന്റ് ആരാണോ ആ ആള് അവരിലേക്ക് എത്തിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഒരു ഡെലിഗേഷൻ സംഭവിക്കുക. അവിടെ ഒരു വർക്ക് ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയില്ല. ആ ഒരു സംഭവം ഒന്ന് ശ്രദ്ധിച്ചാൽ സാറിന് ഉപയോഗപ്രദമായിരിക്കും തോന്നുന്നു. പിന്നെ മിസ്സിനെ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കമ്മ്യൂണിക്കേഷനും അതേപോലെ ഒന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ടീം വീട്ടുകാരാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഞാൻ പഠിച്ച പ്രകാരം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഇതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ്. വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക്സ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? നെക്സ്റ്റ് ആരാണ്? നിത ഷെറിൻ, സുഹുര, ഹസ്നാമ, ഹയ ഓൾറെഡി പറഞ്ഞ പോലെ. ഫോൺ കാണുന്നുണ്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാനില്ല ഉണ്ടോ? ഏതെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളതോ എന്തെങ്കിലും? ഇല്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ പറയല്ലോ ക്ലാസ്സിൽ 2 തരത്തിലുള്ള കുട്ടികളെ ഉണ്ടാവുക. ഒന്ന് എല്ലാം മനസ്സിലായവരും, ഒന്നും മനസ്സിലാവാത്തവരും. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അറിയില്ല. നിങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ധരിക്കണം. ഇൻഷാ അല്ലാ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ തിയറികളും എല്ലാം നമ്മളെ ലൈഫിലേക്ക് ഹോൾഡ് ചെയ്ത് ജീവിക്കാന്നില്ല പോസിബിൾ അല്ല. ഇടയ്ക്ക് ചില മാറ്റങ്ങൾ വരും, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ മറ്റേ റോബോട്ടിക്സോ അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നും അല്ലല്ലോ. നമ്മൾ ഫീലിങ്സ് ഇല്ല, ചില ഒന്ന് മറ്റുള്ളടത്ത് കൈൻഡ് ആവുന്നല്ലേ, കുറെ ഫീലിങ്സിലൂടെ കുറെ ഇമോഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ചില വാല്യൂസ് നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യുക, നമ്മളെ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ കാര്യങ്ങൾ അടിപൊളിയാക്കാൻ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറ്റുക എന്നുള്ളത്. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടതെന്നല്ലോ, നിങ്ങൾ തന്നെയാണ് പറ്റേണ്ടതെന്നെല്ലാം കൂടെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? അപ്പൊ ഇന്ന് സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലായിടത്തും ഒന്നും കൂടെ താങ്ക്സ് പറയുകയാണ്. അഫ്സൽ ലാസ്റ്റ് ആയപ്പോഴേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ എന്തോ ഒരു സമാധാനം എന്നൊക്കെ പറയൂല നമ്മള്, അല്ലെങ്കിൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും, എന്താവുന്നില്ല. അപ്പൊ എനിവ താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യാം അല്ലേ സാറേ? ഓക്കെ, താങ്ക് യു.